അസ്സലാമലൈക്കും. ഇന്ന് നമ്മുടെ ഇഫ്താർ രുചിക്കൂട്ടിലെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രിങ്കാണ്, കാശ്മീരി ഷേക്കാണ്. വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ഒരു 7 ഡേറ്റ്സ്, വലിയ ഡേറ്റ്സാണ്. 7 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നട്ട്സ് എടുത്തിട്ടുണ്ട്, പാല് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാം വേഗം. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഡേറ്റ്സ് ഇടാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഇടാം. ഷുഗറും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഹോർലിക്സും കൂടി ഇട്ടിട്ട് ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കാരണം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഡേറ്റ്സ് ശരിക്കും പേസ്റ്റായി കിട്ടില്ല. ഇതാദ്യം ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ പാല് ചേർത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തു. ഇനി നമുക്ക് പാല് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാശ്മീരി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആയല്ലേ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്ത്? ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ളൂ. ഡേറ്റ്സ് ഉണ്ടായിരുന്നു, പാല്, ഹോർലിക്സ്, ഷുഗർ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നട്ട്സ്, ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലേ. നോമ്പായി കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കില്ലേ. നട്ട്സ് വാങ്ങിച്ച് വെക്കും, ഡേറ്റ്സ് അത്യാവശ്യമാണ് നോമ്പ് തുറയ്ക്ക്. പിന്നെ പാല്, ഷുഗർ, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അപ്പം ഇത്ര ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പി ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇനിയും കുറേ ഇന്നോവേഷൻസ് ഒക്കെ നടത്താം കേട്ടോ. ഐസ്ക്രീമോ എന്താ വേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിനിയും വീണ്ടും കാണാം.